കേരളത്തിൽ ത്രികോണ മത്സരം നടക്കുന്ന പൊടിപാറുന്ന മണ്ഡലങ്ങൾ നിരവധിയാണ്. അതിലേക്ക് ഒരു മണ്ഡലം കൂടി കടന്നു വരുന്നു. ന്യൂസ് ഇന്ത്യ മലയാളം ആദ്യം മുതൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. അധികം വൈകാതെ ആലപ്പുഴ മണ്ഡലം BJPയുടെ A ക്ലാസ് മണ്ഡലമായി മാറും എന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞിരുന്നു. ഇപ്പോഴിത് A ക്ലാസ് മണ്ഡലം ആയി മാറിയിരിക്കുന്നു. ഞങ്ങൾ അന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് ശേഷം അത് A ക്ലാസ് മണ്ഡലമാകുമെന്നായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അത് A ക്ലാസ് മണ്ഡലമായി മാറിയിരിക്കുന്നു. ആലപ്പുഴ എന്ന് പറഞ്ഞാൽ പുന്നപ്പറയും വയലാറും അടങ്ങുന്ന വിപ്ലവ മണ്ണാണ്. പക്ഷേ അവിടെ ലോക്സഭയിലേക്ക് ജയിച്ചു കയറിയതൊക്കെയും UDF സ്ഥാനാർത്ഥികളായിരുന്നു, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ. ഒരു ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലമാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം. 68.64% ഹിന്ദുക്കളും 10.55% മുസ്ലിംസും 20.45% ക്രൈസ്തവ വോട്ടുകളുമുള്ള ഒരു മണ്ഡലമാണ് ആലപ്പുഴ നിയോജക മണ്ഡലം. ഈ ആലപ്പുഴയുടെ മറ്റു പ്രത്യേകത, ഹിന്ദു വിഭാഗത്തിൽ തന്നെ ഈഴവർക്ക് വലിയ മുൻതൂക്കമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. തൊട്ടുപിന്നിൽ നായർ നിലയുറപ്പിക്കുന്നു. ഏതായാലും ഈ നായരുടെയും ഈഴവരുടെയും വോട്ടുകളല്ല ഇവിടെ വിധി നിർണ്ണയിക്കുന്നത്. എല്ലായിടത്തെയും പോലെ ന്യൂനപക്ഷ വോട്ടുകൾ തന്നെയാണ്. ഏതാണ്ട് 31% ന്യൂനപക്ഷ വോട്ടുകൾ തന്നെയാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്നത്. കാരണം ബാക്കി വരുന്ന 68.64% ഒരു വോട്ട് ബാങ്കല്ല, ചിന്നിച്ചിതറിക്കിടക്കുന്ന ചില തുരുത്തുകൾ മാത്രമാണ്. ഇവിടേക്ക് ആണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ എത്തിയിരിക്കുന്നത്. പഴയ ആലപ്പുഴയല്ല ഇപ്പോഴത്തെ ആലപ്പുഴ. ഞാൻ ഒരു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ കൂടിയാണ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആലപ്പുഴയുടെ ഇപ്പോഴത്തെ ചിത്രം മാറി മറിഞ്ഞിരിക്കുന്നു. മുൻപ് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനുമിടയിൽ ചിതറി കിടന്നിരുന്ന വോട്ടുകൾ ഇപ്പോൾ മൂന്നാമതൊരു കക്ഷിയെ തേടിയുള്ള ഓട്ടത്തിലാണ്. ഇപ്പോൾ സംസാരിക്കുന്നതിൽ പലർക്കും ശോഭാ സുരേന്ദ്രന് വോട്ട് ചെയ്യണമെന്ന് അതിയായ താല്പര്യമുണ്ട്. ശോഭാ സുരേന്ദ്രൻ ഒരുപക്ഷെ തെക്കൻ കേരളത്തിൽ മത്സരിക്കുന്ന ഒരേ ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ്. ബാക്കിയുള്ള വനിതാ സ്ഥാനാർത്ഥികളെല്ലാം എറണാകുളം മുതൽ വടക്കോട്ടാണ്. അവിടെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു നേതാവ് സാധാരണക്കാരോട് പോലും, അത് എനിക്ക് രാഷ്ട്രീയ ബന്ധങ്ങളൊന്നും തന്നെയില്ല, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പറുമല്ല. പക്ഷേ ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ കഴിഞ്ഞ 10 വർഷമായി ശോഭാ സുരേന്ദ്രനെ നേരിട്ടറിയാവുന്നൊരു വ്യക്തി എന്ന നിലയിൽ ഏത് കാര്യവും എപ്പോഴും നമുക്ക് പറയാൻ കഴിയുന്നതും അവർക്കത് കേൾക്കാനൊരു മനസ്സുമുണ്ട്. സാധാരണക്കാരിയായ ഒരു സ്ത്രീ, ഒരു വീട്ടമ്മ എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറിയ വിഷയങ്ങൾ പോലും അതേ വികാരത്തിൽ കേൾക്കുവാനൊരു മനസ്സ് ആ നേതാവിന് ഉണ്ട്. എന്തുകൊണ്ടോ ആ നേതാവ് വലിയ രീതിയിൽ ഉയർന്നു വന്നില്ല എന്ന് ചോദിച്ചാൽ അത് അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല. ഏതായാലും മറ്റൊരു പാർട്ടിയിലായിരുന്നെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഇന്ന് വലിയൊരു നിലയിലെത്തേണ്ട ഒരു നേതാവ് തന്നെയാണ്. ഒരുപക്ഷെ ഭാവിയിലും അത്തരത്തിലേക്ക് എത്തപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല. കാരണം കഴിവുണ്ട്, ചങ്കൂറ്റമുണ്ട്, ഒപ്പം തന്നെ സാധാരണക്കാരുടെ വിഷമം കേൾക്കാനൊരു മനസ്സുമുണ്ട്. പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല, ആലപ്പുഴയുടെ മാറുന്ന ചിത്രത്തെക്കുറിച്ചാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇടതുപക്ഷം ഇപ്പോൾ ഒരു ചില കോർണറുകളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയിരിക്കുന്നു. ചില മതമൗലികവാദ സംഘടനകളുടെയൊക്കെ ഒരുപാട് പ്രചരണങ്ങൾ ഈ LDFനെതിരെ കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണോ ഇല്ലെങ്കിൽ LDFനകത്തുള്ള ഉൾപാർട്ടി പ്രശ്നങ്ങളാണോ എന്നറിയില്ല, LDF ഇപ്പോൾ ചിത്രത്തിലില്ല എന്ന് തന്നെ ആലപ്പുഴയിൽ പറയേണ്ടി വരും. KC വേണുഗോപാൽ കഴിഞ്ഞാൽ പിന്നെ ഉയർന്നു കേൾക്കുന്ന പേര് ശോഭാ സുരേന്ദ്രൻ്റെതായി മാറുന്നു. പക്ഷേ ഇവിടെ പ്രധാനമായൊരു പ്രശ്നമുണ്ട്. 1,90,000 വോട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയത്. ആ വോട്ട് വളരെയധികം ഉയർത്താൻ കപ്പാസിറ്റി ഉള്ളൊരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. പക്ഷേ ഇവിടുത്തെ പ്രവർത്തകരും അതിനൊപ്പം ഉണർന്ന് പ്രവർത്തിക്കണം. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പഴയതുപോലെ ഉഴപ്പി നടന്നാൽ വോട്ടായില്ല. ഈ ഫ്ലെക്സുകളും പോസ്റ്ററുകളും എത്തിക്കേണ്ടിടത്ത് എത്തിച്ച് അത് പ്രദർശിപ്പിക്കേണ്ടിടത്ത് പ്രദർശിപ്പിക്കുക തന്നെ വേണം. അത് കെട്ടിക്കിടന്ന് അതിൻ്റെ മുകളിൽ കിടന്നുറങ്ങിയാലും വോട്ടാകില്ല. നേതാക്കന്മാർ ധാരാളമാണ്, പണിയെടുക്കുന്നവർ എത്രയുണ്ട് എന്ന് അവർ തന്നെ പരിശോധന നടത്തേണ്ടത് വേണം. ഒന്നിച്ചൊന്നായി ഒറ്റക്കെട്ടായി ഇറങ്ങിയാൽ ഒരുപക്ഷെ ഈ ട്രെൻഡിൽ അവർക്ക് മികച്ച മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞേക്കും. ഇത്തവണ ശോഭാ സുരേന്ദ്രൻ നിൽക്കുമ്പോൾ BJPക്ക് ആലപ്പുഴ ജില്ലയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സമീപ ഭാവിയിലൊന്നും ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ പോകുന്നില്ല. കാരണം ഇത് ആലപ്പുഴയാണ്. ഇവിടെ ഏറ്റവും വലിയ രസാവഹമായ കാര്യം മറ്റുള്ള ജില്ലയിലെ പോലെയല്ല. ഇവിടെ എല്ലാവരും മന്ദഗതിയിലാണ് പ്രവർത്തിച്ച് മുൻപോട്ട് പോകുന്നത്. വലിയ പ്രചരണ കോലാഹലങ്ങളൊന്നും ആരുടെയും കാണുന്നില്ല. KC വേണുഗോപാലിൻ്റെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുന്നത് കാണാം. അതിനപ്പുറത്തേക്ക് പ്രചരണ രീതികളില്ല. പക്ഷേ വീടാന്തരം കയറുന്നതിൽ LDFും UDFും ഒപ്പത്തിനൊപ്പമാണ്. BJPക്കാരെ ഇതുവരെ കണ്ടില്ല. ഏതായാലും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ സംബന്ധിച്ച് പറഞ്ഞാൽ BJPക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റ് തന്നെയാണ്. ഒറ്റയ്ക്ക് നിന്നാലും 10,60,000 വോട്ട് ഈസിയായി സംഘടിപ്പിച്ചെടുക്കാൻ കഴിവുള്ള ഒരു നേതാവ്. ഒരുപക്ഷെ സുരേഷ് ഗോപിയെപ്പോലെ ജനകീയമായ ഒരു പൊളിറ്റിക്കൽ ലീഡർ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. ആ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞേക്കും. ആ കഴിവിനെ മാക്സിമം ഉപയോഗപ്പെടുത്തേണ്ടത് BJPയാണ്. ജനങ്ങൾ അവർ വോട്ട് ചെയ്യാൻ തയ്യാറാണ്.
പല ഇടതുപക്ഷ കേന്ദ്രങ്ങളിലും കോൺഗ്രസ് കേന്ദ്രങ്ങളിലും അടക്കം സാധാരണപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ അവർ ശോഭാ സുരേന്ദ്രനെ അവരുടെ അടുത്ത എം പിയായി കാണാൻ തയ്യാറാണ്, വോട്ട് നൽകാനും തയ്യാറാണ്. പക്ഷേ ആ വോട്ട് വാങ്ങിയെടുക്കേണ്ടത് BJP ആണ്. അവരതിന് തയ്യാറാകുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ അത്ഭുതങ്ങൾ തന്നെ ആലപ്പുഴയിൽ സൃഷ്ടിക്കാൻ കഴിയും. ഇനി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നേടുന്ന ഓരോ വോട്ടും അത് അവർക്ക് കിട്ടുന്ന വോട്ടാണ്. നമ്മുടെ രാഷ്ട്രീയത്തിൽ ചില ബ്രാൻഡുകളുണ്ട്. ശശി തരൂരും സുരേഷ് ഗോപിയുമൊക്കെ അത്തരം ബ്രാൻഡുകളാണ്. അങ്ങനെ ഒരു ബ്രാൻഡാണ് ശോഭാ സുരേന്ദ്രൻ. പാലക്കാടായാലും ആറ്റിങ്ങിലായാലും അവർ മത്സരിച്ചിടത്തൊക്കെ വോട്ടുകൾ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്നതിൽ കഴിവുള്ള ഒരു ക്രൗഡ് പുള്ളർ ലീഡർ. ആ ലീഡറെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ ആലപ്പുഴ മാറി മറിയും. ഇപ്പോഴിത് A ക്ലാസ് മണ്ഡലമാക്കി മാറ്റിയിരിക്കുന്നു. അത് വെറുതെയല്ല. കേന്ദ്രത്തിന് കൃത്യമായി തന്നെ കണക്കൂട്ടലുണ്ട്. അവരുടെ കണക്കൂട്ടലുകൾക്കപ്പുറത്തേക്ക് ആലപ്പുഴ നീങ്ങുന്നു എന്ന് കണ്ടപ്പോഴാണ് അത് A ക്ലാസ് മണ്ഡലമായി മാറുന്നത്. ഒരു അപ്രതീക്ഷിത സന്ദർശനം മോദിയുടേതായി ഉണ്ടാകുക എന്നാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായ ഡേറ്റും ഷെഡ്യൂളും ഒന്നും ഉണ്ടായില്ലെങ്കിൽ പോലും ഒരു ദിവസം ആലപ്പുഴയിലേക്ക് മോദി എത്തുന്നു എന്ന് ചില വാർത്തകളും പരക്കുന്നു. മോദി എത്തുന്നത് വെറുതെ ആകില്ല. A ക്ലാസ് മണ്ഡലങ്ങളിൽ മാത്രമാണ് അദ്ദേഹം പ്രചരണത്തിനായി പോകാറുള്ളത്. ഏതായാലും ആലപ്പുഴ A ക്ലാസ് മണ്ഡലമായി പോകുന്നു. ഈ അടുത്ത ഏതോ ഒരു സർവേയിൽ കണ്ടു 18% വോട്ട് ശോഭാ സുരേന്ദ്രൻ നേടുമെന്ന്. 18അല്ല, അതുക്കും മേലെ നേടാനുള്ള ഒരു കപ്പാസിറ്റി ആ ലീഡർക്കുണ്ട്. അതിനൊപ്പം BJPയോട് ഉണർന്നു പ്രവർത്തിച്ചാൽ ആലപ്പുഴ അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇവിടെ ഇടതുപക്ഷത്തെ BJPക്ക് നോക്കേണ്ട കാര്യമില്ല. കാരണം അവർ ഇപ്പോഴേ തന്നെ പിൻവാങ്ങി തുടങ്ങിയിരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ ആഞ്ഞു പിടിച്ചാൽ ഇവിടെ KCയും ശോഭയും തമ്മിലുള്ള മത്സരമായിരിക്കും വരും ദിവസങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഏതായാലും അങ്ങനെ സംഭവിക്കട്ടെ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പോയിൻ്റ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.